Okay, welcome back. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കൈൻഡ്സ് ഓഫ് കമ്പനിയാണ്. കൈൻഡ്സ് ഓഫ് കമ്പനിയിൽ ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി എടുത്തു, ഓൺ ദ ബേസ് ഓഫ് മെമ്പേഴ്സ് എടുത്തു നമ്മൾ. ദെൻ നമ്മൾ ഓണർഷിപ്പും കൂടി പറഞ്ഞു. നെക്സ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ, ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. രണ്ട് കമ്പനിയാണ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോളിലുള്ളത്. ഒന്ന് ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. വാട്ട് ഇസ് ഹോൾഡിംഗ് കമ്പനി? എ കമ്പനി ഈസ് നോൺ ആസ് holding company of another company if it has control over other company. Then according to section 2 subsection 46 of the Companies Act define that holding company in relation to one or more other companies means a company of which such companies are subsidiary company. Then that means ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ കൺട്രോൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇത് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ ഹോൾഡ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത്. അതിന്റെ കൺട്രോൾ മൊത്തം ഇവരെ കയ്യിലാണ്. എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയെ നമ്മൾ ടേക്ക് ഓവർ ചെയ്താൽ, അഥവാ ബി എന്ന കമ്പനിക്ക് എ എന്ന് പറയുന്ന കമ്പനിക്ക് ബി എന്ന് പറയുന്ന കമ്പനിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഉണ്ടെങ്കിൽ അപ്പൊ എനെ വിളിക്കുന്ന പേരാണ് ഇത് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. what is subsidiary company? Subsidiary company, a company is known as to be a subsidiary company or subsidiary in relationship to other companies. It's the holding company means a company in which the holding company control the composition of board of directors or exercise or controls more than one half the total share capital either of its own or together by one or more its subsidiary company. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന് എ ബി എ അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന കമ്പനിക്ക് ബി എന്ന് പറയുന്ന കമ്പനിയിൽ ഹോൾഡ് ഉണ്ടെങ്കിൽ എനെ വിളിക്കുന്ന പേരാണ് ഏത് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. മറ്റൊന്നിനെ വിളിക്കുന്ന പേരാണ് ഏത് സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. ഒന്ന് ഹോൾഡ് ചെയ്യുന്നു, മറ്റൊന്ന് എന്ത് ചെയ്യുന്നു, സബ്സിഡറി കമ്പനി ആയിട്ട് മാറുന്നു. Then on the basis of nationality, national companies and foreign companies. രണ്ട് തരമുള്ളത്, national company and foreign company. A company formed under specific company act of nation is known as national company. അഥവാ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനിയെയും ഇന്ത്യൻ കമ്പനി എന്നാണ് വിളിക്കുക. സോ ഇന്ത്യ കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനിയെയും നമുക്ക് ഏത് വിളിക്കാൻ പറ്റും? നാഷണൽ കമ്പനി എന്ന് വിളിക്കാൻ പറ്റും. And another one that is called a foreign company. Foreign company എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the company is one or more outside India, incorporated outside India as per the section 2 subsection 42 of the Companies Act 2013. The foreign company means any company or body corporated outside India. ഈ നമ്മുടെ നാട്ടിലല്ലാതെ പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നത് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയിലാവാം. പക്ഷെ അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ എടുക്കുന്നത് ചിലപ്പോ എന്താ പറയാ ഖത്തറിലോ ദുബായിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും ബ്രിട്ടനിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും ആണെങ്കിൽ അത്തരം കമ്പനിയെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഡോക്യുമെന്റ്സ്? What are the documents? Registrar, okay, documents etc. to be delivered the registrar by foreign company. എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. Every company, every foreign company shall be within 13 days establishment of its business in India delivered to the registrar for registration. അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ പോവുകയാണെങ്കിൽ ആരംഭിക്കുന്നതിന് 30 ദിവസം മുമ്പ് അതിന്റെ ഡോക്യുമെന്റ്സ് എവിടേക്ക് കൊടുത്തിരിക്കണം? രജിസ്ട്രാർക്ക് രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കണം. ആൻഡ് സർട്ടിഫൈഡ് കോപ്പി ഓഫ് ഇറ്റ് ചാർട്ടർ statutes, then memorandum of its articles of the companies and other instruments constituting defining the constitution of company. Then if the instrument is not in English language and certified translation therefore in the English language. Then English languageilalla ee parayapetta കാര്യങ്ങളെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കൊടുക്കണം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണം, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ഒക്കെ വേണം.
then എവിടെയാണ് full address of the registered and principal office of the company. കമ്പനി എവിടെയാണ് രജിസ്റ്റർ ചെയ്തത്, അതിന്റെ ഓഫീസ് എവിടെയാണെന്നുള്ളത് വ്യക്തമായി പറഞ്ഞിരിക്കണം. ആൻഡ് ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റി ഡയറക്ടേഴ്സ് ആൻഡ് സെക്രട്ടറി ഓഫ് ദ കമ്പനി കണ്ടെയ്നിങ് പെർട്ടിക്കുലേഴ്സ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ്. അഥവാ ആരൊക്കെയാണ് ഡയറക്ടേഴ്സ്, ആരൊക്കെയാണ് ഇതിന്റെ സെക്രട്ടറി, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായി അഡ്രസ് ചെയ്തിരിക്കണം. നെയിം ആൻഡ് അഡ്രസ് ഓർ നെയിംസ് ആൻഡ് അഡ്രസ്സസ് ഓഫ് വൺ ഓർ മോർ പേഴ്സൺസ് resident in India authorized to accept on behalf of company service and process any notice other documents required to be served in India on company. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫോറിൻ കമ്പനി വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അതിന്റെ ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള, ഇന്ത്യയിൽ താമസിക്കുന്ന താമസക്കാരുടെ പേരും കൂടി എന്ത് ചെയ്യണം, അതിൽ ആഡ് ചെയ്തിരിക്കണം. അഥവാ കമ്പനിയുടെ ഡോക്യുമെന്റ്സ് വാങ്ങിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരാളെ നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഒരാളെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയോ നമ്മൾ എന്ത് ചെയ്യണം, ചാർജ് ചെയ്തിരിക്കണം. The full address of the office of the company in India which is deemed to be principal place business in India. അഥവാ ഇന്ത്യയിൽ എവിടെയാണ് അതിന്റെ ഡീറ്റെയിൽസ് മൊത്തം എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. Then particulars of opening or closing the place of business in India on a yearly occasion. Declaration that none of the directors of the company or there is a representative in India has ever been convicted or debarred from formation of companies and management in India or abroad, and any other information as may be prescribed. ഇതിൽ പറയുന്നത് നമ്മൾ ഒരു എന്താ പറയാ ഡോക്യുമെന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഫോറിൻ കമ്പനി നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പനി അതിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. ഡയറക്ടേഴ്സിന്റെ പേര് കൊടുക്കുക, ഫോറിൻ കമ്പനി രജിസ്ട്രേഷൻ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കുക, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സബ്മിറ്റ് ചെയ്യുക, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ അതിനെ എവിടേക്ക് മാറ്റുക, ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മാറ്റുക. രജിസ്റ്റേർഡ് ഓഫീസ് ആൻഡ് പ്രിൻസിപ്പൽസ് ഓഫീസ് എവിടെയാണെന്ന് വെച്ചാൽ അതിന്റെ ഫുൾ അഡ്രസ് കൊടുക്കുക. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അതിന് എന്ത് ചെയ്യുക, ചാർജ് കൊടുക്കുക. ദെൻ ഡയറക്ടേഴ്സ് ആരാണ്, അവരുടെ നെയിം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രിസ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയിൽ എവിടെയാണ് ഇവർ സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിന്റെ പൂർണ്ണമായിട്ടുള്ള അഡ്രസ് എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ പിന്നെ അതേപോലെ ഡിക്ലറേഷൻ, ഡയറക്ടേഴ്സിന്റെ ഡിക്ലറേഷൻ എന്ത് ചെയ്യണം, വാങ്ങിക്കുകയും വേണം. Then display of the name of etc. of the foreign company. എന്തൊക്കെ ഫോറിൻ കമ്പനിയുടെ നെയിം ആൻഡ് എന്ന് പറയാ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടിട്ട്. അഥവാ ഫോറിൻ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. The name of the company and which the country which is incorporated should be stated legible English characters in all business letters, bill heads, letter paper, all notices and other official publications of the company. അഥവാ എവിടെയാണ് അതിന്റെ കമ്പനി ഒറിജിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുന്ന എല്ലാ ബിൽസിലും എല്ലാ ലെറ്റർ പേഡിലും ഒക്കത്തിലും എന്ത് ചെയ്യുക, നോട്ടീസ് അടിക്കുകയാണെങ്കിൽ പോലും കമ്പനിയുടെ ഹെഡ് ഓഫീസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, പറഞ്ഞിരിക്കണം. ആൻഡ് ഇഫ് ദ ലയബിലിറ്റീസ് ഓഫ് ദ മെമ്പേഴ്സ് ഇസ് ലിമിറ്റഡ്, ലയബിലിറ്റീസ് ഓഫ് ദ മെമ്പേഴ്സ് എന്ത് ചെയ്യണം, ലിമിറ്റഡ് ലയബിലിറ്റി ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ആൻഡ് ഇറ്റ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ടു ബി സ്റ്റേറ്റഡ് എവറി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ആൻഡ് ഇൻ ഓൾ ബിസിനസ് ലെറ്റേഴ്സ്. എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ് ലെറ്റേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊണ്ടുപോകേണ്ടത്. അതേപോലെ ഇത് എല്ലാ ഓഫീസിന്റെ മുൻവശത്തും എന്ത് ചെയ്യണം, എക്സിബിറ്റ് ചെയ്യണം. ജസ്റ്റ് പറഞ്ഞു പോയിന്നുള്ളൂ. ഫോറിൻ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം ചോദിക്കാം, അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ് ബേസ്ഡ് ഓൺ ദ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിൽ എന്തൊക്കെ തരത്തിലാണ് കമ്പനീസ് ഉള്ളതെന്നാണ് പറയുന്നത്. ലിസ്റ്റഡ് കമ്പനി ഉണ്ട്, അൺലിസ്റ്റഡ് കമ്പനി ഉണ്ട്. ലിസ്റ്റഡ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് ബീൻ എനി ഓഫ് ഇറ്റ്സ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഓൺ എനി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഇസ് ലിസ്റ്റഡ് എനി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സോ ദാറ്റ് ദ ആക്ട് കവേഴ്സ് ഓൾ ടൈപ്സ് ഓഫ് കമ്പനീസ് നോട്ട് ഓൺലി പബ്ലിക് കമ്പനി. അഥവാ ഒരു കമ്പനിയുടെ ഏതെങ്കിലും കമ്പനിയെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന സെബി റെഗുലേറ്റ് ചെയ്യുന്ന
സെബി മീൻസ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മുടെ ഷെയർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഏതാ ലിസ്റ്റഡ്. ഇവിടെ സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് അൺലിസ്റ്റഡ് കമ്പനി. ദാറ്റ് മീൻസ് those entitled that do not appear in the list of stock exchange market. Listing criteria of stock exchange vary from market to market. Usually it is based on number of shareholders, face value of shares, etc. So ഏത് തരത്തിലാണ് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത്തരം കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഏതാ അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അതർ ഫോംസ് ഓഫ് കമ്പനി. ഏതൊക്കെയാണ് പലതരത്തിലുള്ള കമ്പനി എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ സ്മോൾ കമ്പനി. സെക്ഷൻ 2 subsection 85 define that a small company as a company other than public company. പബ്ലിക് കമ്പനി എന്ന് പറയുന്നതിനേക്കാൾ തൊട്ട് മാറ്റമുള്ള സംഭവമാണ് ഇതെന്ന് പറയുന്നത് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 lakh rupees ആണ്. ആൻഡ് ഹയർ എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡസ് നോട്ട് എക്സീഡ് 50 lakhs. അവിടെ ശ്രദ്ധിക്കേണ്ടത് 50 ലക്ഷത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. സോ പിന്നെ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ഹയർ എമൗണ്ട് ആണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഷാൽ നോട്ട് ബി മോർ ദാൻ 5 crores of rupees. 5 കോടി അഥവാ 50 ലക്ഷമാണ് ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇനി നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര കൂടാൻ പാടില്ല, 5 കോടിയിൽ കൂടാൻ പാടില്ല. അത്തരം കമ്പനിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. ദെൻ അതാണ് ഡോർമെന്റ് കമ്പനി. സെക്ഷൻ 455. ദാറ്റ് മീൻസ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ കൺസെപ്റ്റ്. ഇത് 2013 പ്രകാരം വന്നിട്ടുള്ള കാര്യമാണ്. 1% കമ്പനി ആൻഡ് ഡോർമെന്റ് കമ്പനി. ഡോർമെന്റ് കമ്പനി വിച്ച് ഈസ് നോട്ട് കമ്പനി വിച്ച് ഈസ് നോട്ട് ആക്റ്റീവ്. കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്, ആ കമ്പനി പക്ഷെ എന്തല്ല ആക്റ്റീവ് അല്ലാത്ത കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഏതാ dormant company. That means a company is formed and registered under this act for the future project, hold an asset or intellectual property, has no significant accounting transaction. That means such a company or an inactive company may make an application to the registrar in such a manner as may be prescribed for obtaining a status of dormant company. So company form ചെയ്തിട്ടുണ്ട്, കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫ്യൂച്ചർ നാളെ കഴിഞ്ഞ് മറ്റന്നാളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോജക്റ്റ് ആണ്, അല്ലെങ്കിൽ അത്തരം ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഏതാ ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. The act which further explain inactive company and significant accounting transaction. Inactive company, a company which has not been carrying any business or its operation, but has not made any significant accounting transaction during the last 2 financial years. It has filled the financial statement and annual return during last 2 financial years. അപ്പോൾ ഇത്തരം കമ്പനി നമുക്ക് 2 വർഷങ്ങൾക്കുള്ളിൽ ആണ്, ഇതിന്റെ 2 ഫൈനാൻഷ്യൽ ഇയറിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസും നടന്നിട്ടില്ല. എന്താണ് സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? പേയ്മെന്റ് ഓഫ് ഫീസ് ബൈ എ കമ്പനി ടു രജിസ്ട്രാർ, payments made by the fulfill requirements of this act of any other law, and allotment of shares fulfill the requirement of this act, payments for the maintenance of its office and records. അപ്പോൾ രജിസ്ട്രാർ മെയിൻറ്റെയിൻ എ രജിസ്റ്റർ ഫോർ ദി ഡോർമെന്റ് കമ്പനി. അപ്പോൾ ഒരു കമ്പനി ഫങ്ഷൻ ചെയ്യാത്ത കമ്പനിയെ ഫോം ചെയ്തിട്ടുണ്ട്, പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കമ്പനി എന്ത് ചെയ്തിട്ടില്ല, പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ അത്തരം കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഇത് ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ദെൻ അസോസിയേറ്റ് കമ്പനി. സെക്ഷൻ 2 subsection 6 പ്രകാരം associate company in relation to another company means a company in which that other company has significant influence, but which not subsidiary of the company having such influence, and includes joint venture. Significant influence means a control of at least 20% of his share capital of his business decision under an agreement. ഇവിടെ അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി ഉണ്ടായിരുന്നു.
അപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ, അസോസിയേറ്റ് കമ്പനിക്കുള്ളൂ. Significant other company in which that other company has a significant influence. അത് കമ്പനി, അത്തരം കമ്പനിയാണ് ഇത് പറയുന്നത് അസോസിയേറ്റ് കമ്പനി. നെക്സ്റ്റ് പ്രൊഡ്യൂസർ കമ്പനി. It is thus a body corporate company on which one or all following: production, harvesting, procurement, grading, cooling, handling, marketing, selling, export, etc. അത്തരം കാര്യങ്ങൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിലൊക്കെ ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന കമ്പനിയാണ് ഏതാ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത്. 2013 does not contain any provision for producer company. So the producer company still governed by the Companies Act 1956. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 1956 പ്രകാരം തന്നെയാണ് ഇപ്പോഴും ഏത് കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ പറയപ്പെട്ട പ്രൊഡ്യൂസർ കമ്പനി റൺ ചെയ്യുന്നത്. 2013 അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും വന്നിട്ടില്ല എന്നർത്ഥം. അടുത്തതാണ് ഡിഫങ്ക്ട് കമ്പനി എന്ന് പറയുന്നത്. ഡിഫങ്ക്ട് കമ്പനി, that means non-operational, outdated. A defunct company refers to an organization that has zero asset, zero liability, and fails to begin business within a year of its incorporation. And as per the Companies Act 2013, a defunct company is a company that is not involved in any business activity, such as company's name gets removed from the register of companies. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിവിടെ ഒരു കമ്പനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡോർമന്റ് കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ആക്റ്റീവ് ആയിട്ടില്ല, അതിന്റെ പ്രൊജക്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്രൂവലിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊജക്ട് അടുത്ത വർഷം തുടങ്ങും അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ തുടങ്ങും എന്നുള്ള രീതിയിലാണ് ഡോർമന്റ് കമ്പനി വന്നിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളെങ്കിൽ. ഇവിടെ ഡിഫങ്ക്ട് കമ്പനി എന്ന് പറയുന്നത് ഇത് ഓപ്പറേഷണൽ അല്ല, ഇത് കഴിഞ്ഞ 1 വർഷമായിട്ട് ഒന്നുമില്ലാതെ, ഒരു പ്രവർത്തനവും ഇല്ലാതെ, ഒരു ട്രാൻസാക്ഷൻസും നടത്താതെ പോകുന്ന കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഏതാ ഡിഫങ്ക്ട് കമ്പനി എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബോംബ, ടാറ്റ ടെക്സ്റ്റൈൽസ് ആൻഡ് ജെറ്റ് എയർവേസ് ഒക്കെ എക്സാമ്പിൾ ആയിട്ടാണ്. അഥവാ 1 വർഷമായിട്ട് അവരുടെ ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല, അത്തരം കമ്പനിയെ പറയുന്ന പേരാണ് ഏതാ ഡിഫങ്ക്ട് കമ്പനി എന്ന് പറയുന്നത്. സോ മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരുത്തുന്നത്.